ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ട്രേസ് കെറ്റിയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് S2 മാത്തമാറ്റിക്സ് 2024 സ്കീം ഗ്രൂപ്പ് ബി ആൻഡ് സിയുടെ സിലബസ് ഡിസ്കഷൻ ആണ്. മാത്തമാറ്റിക്സ് ഫോർ ഇലക്ട്രിക്കൽ സയൻസ് ആൻഡ് ഫിസിക്കൽ സയൻസ് 2. അപ്പൊ ആദ്യം തന്നെ നമ്മുടെ ഒരു ട്രേസ് കെറ്റിവിന്റെ ഒരു S2 മാത്തമാറ്റിക്സിന്റെ ക്ലാസ്സിനെ പറ്റിയിട്ടാണ് ആദ്യം ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മുടെ ക്ലാസ്സുകൾ ഫെബ്രുവരി 1 മുതലാണ് തുടങ്ങുന്നത്. S1 മാത്തമാറ്റിക്സിന്റെ ക്ലാസ്സിലെ പോലെ തന്നെയാണ് S2 മാത്തമാറ്റിക്സിന്റെ ക്ലാസ്സും പ്ലാൻ ചെയ്തിട്ടുള്ളത്. അതായത് മൊഡ്യൂൾ വൈസ് ആണ് ക്ലാസ് വരുന്നത്. പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകളുടെ എല്ലാ പ്രോബ്ലം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ക്ലാസ് ആണ്. ഇപ്പോൾ ഒരു ടോപ്പിക് എടുക്കുകയാണ്, അതിൽ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. S1 ഇതേപോലെ തന്നെയാണ്. S1 മാത്സിൽ നമ്മളെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള സെയിം പ്രോബ്ലം തന്നെ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അത് നമ്മൾ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ക്ലാസ്സിനെ പറ്റി പറയുകയാണെങ്കിൽ സാറ്റർഡേ, സൺഡേ, പബ്ലിക് ഹോളിഡേയ്സിലൊക്കെയാണ് ക്ലാസ് വരുന്നത്. കൂടുതൽ ക്ലാസ്സുകൾ നൈറ്റ് ആയിരിക്കും വരുന്നത്. ഒരു 1.5 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂറിന്റെ ക്ലാസ് ആണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. 3 മാസം കൊണ്ട് നിങ്ങളുടെ ഫുൾ മൊഡ്യൂളും എല്ലാ ടോപ്പിക്സും കവർ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ ഞാൻ ഒരു മെസ്സേജ് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. അതിൽ രജിസ്ട്രേഷൻ ലിങ്ക് ഉണ്ട്. നമ്മുടെ ഒരു ഡെമോ ക്ലാസ്സും ഞാൻ അതിനകത്ത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ കണ്ടു നോക്കിയിട്ട് മനസ്സിലാകുന്നുണ്ടെങ്കിൽ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് നേരെ നമ്മുടെ സിലബസ് ഡിസ്കഷനിലേക്ക് പോകാം. ഇതാണ് നിങ്ങളുടെ S2 മാത്തമാറ്റിക്സിന്റെ ഗ്രൂപ്പ് ബി ആൻഡ് സിയുടെ സിലബസ് എന്ന് പറയുന്നത്. ഫസ്റ്റ് മൊഡ്യൂൾ നോക്കുമ്പോൾ തന്നെ അറിയാം, ഓൾറെഡി നിങ്ങളെ കോളേജിൽ ക്ലാസ്സുകളെല്ലാം തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്കറിയാം പാർഷ്യൽ ഡിഫറൻസിയേഷൻ ആണ് നമ്മൾ പഠിക്കുന്നത്. നമ്മൾ +2 ഡിഫറൻസിയേഷൻ പഠിക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ബിടെക്കിലാണ് പാർഷ്യൽ ഡിഫറൻസിയേഷൻ എന്ന് പറയുന്ന പുതിയൊരു കൺസെപ്റ്റ് പഠിക്കുന്നത്. അപ്പോൾ അതിന്റെ ആപ്ലിക്കേഷൻ ലെവലിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. പിന്നെ എറർ ഫൈൻഡ് ചെയ്യാനുള്ളതൊക്കെ നമ്മൾ പഠിക്കും. ലോക്കൽ ലീനിയർ അപ്രോക്സിമേഷൻ, അത് ചെയിൻ റൂള്, ഇംപ്ലിസിറ്റ് ഡിഫറൻസിയേഷൻ, മാക്സിമം മിനിമം. ഈ മാക്സിമം മിനിമം, ലോക്കൽ ലീനിയർ അപ്രോക്സിമേഷൻ, ചെയിൻ റൂൾ ഒക്കെ പാർട്ട് ബിയിൽ എപ്പോഴും ചോദിക്കുന്നതാണ്. ഒരിക്കലും സ്കിപ്പ് അടിക്കരുത്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ലിമിറ്റ് കണ്ടിന്യൂറ്റി 3 മാർക്കിന് ചോദിച്ചാൽ അത് വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് അല്ല. വേണേ ചോദിക്കാം, 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ലിമിറ്റിന്റെ എന്തെങ്കിലും ഒരു ചെറിയൊരു പ്രോബ്ലം ചോദിക്കാം. കൂടുതലായിട്ട് നമുക്ക് എന്താണ് ഇതിനകത്ത് 3 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് വ്യൂഡ് ആസ് എ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് സ്ലോപ്പിന്റെ ഒക്കെ പ്രോബ്ലം ആയിട്ട് y ഡയറക്ഷനിലുള്ള സ്ലോപ്പ് കാണാൻ, അല്ലെങ്കിൽ x ഡയറക്ഷനിലുള്ള സ്ലോപ്പ് കാണാനുള്ള പ്രോബ്ലം ഒക്കെ എപ്പോഴും ചോദിക്കുന്നതാണ് എക്സാമിന്. ഇനി മൊഡ്യൂൾ 2ലേക്ക് വരുവാണെങ്കിൽ, അപ്പോൾ മൊഡ്യൂൾ 1 ഡിഫറൻസിയേഷൻ ആണ്, പാർഷ്യൽ ഡിഫറൻസിയേഷൻ ആണ്. മൊഡ്യൂൾ 2 ഇന്റഗ്രേഷൻ ആണ്. നേരെ ഇന്റഗ്രേഷനിലേക്ക് കയറുവാണ്. ഡബിൾ ഇന്റഗ്രേഷൻ ആണ്. ഡബിൾ ഇന്റഗ്രേഷന്റെ തന്നെ ഓർഡർ ചേഞ്ച് ചെയ്യുന്ന ഇന്റഗ്രേഷൻ ഉണ്ട്. ഇനി ഡബിൾ ഇന്റഗ്രേഷൻ വെച്ചിട്ട് ഏരിയ കാണുന്ന പ്രോബ്ലം പഠിക്കണം, വോളിയം കാണുന്ന പഠിക്കണം. പിന്നെ ട്രിപ്പിൾ ഇന്റഗ്രേഷൻ ഉണ്ട്. ട്രിപ്പിൾ ഇന്റഗ്രേഷൻ വെച്ചിട്ട് വോളിയം കാണുന്ന പ്രോബ്ലം പഠിക്കണം. ഇനി കാർട്ടീഷ്യൻ കോർഡിനേറ്റും ഉണ്ട്, സിലിണ്ടറിക്കൽ കോർഡിനേറ്റ് ഉള്ളത് ട്രിപ്പിൾ ഇന്റഗ്രേഷൻ നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഈ ഇന്റഗ്രേഷന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയുന്നവർക്ക് മാത്രമേ ട്രിപ്പിൾ ഇന്റഗ്രേഷനും ഡബിൾ ഇന്റഗ്രേഷനും ഒക്കെ നമുക്ക് സുഗമമായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ അത് നിങ്ങൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാത്തവരുണ്ടെങ്കിൽ ആദ്യം മുതലേ തന്നെ പഠിച്ചിട്ട് വേണം ആ ഒരു മൊഡ്യൂള് നോക്കാനായിട്ട്. മൊഡ്യൂൾ 3 എളുപ്പമാണ്. മൊഡ്യൂൾ 3ക്ക് അത് നമ്മൾ പഠിക്കുന്നത് വെക്ടർ വാല്യൂഡ് ഫംഗ്ഷനെ പറ്റിയിട്ടാണ്. നമ്മൾ വെക്ടർ എന്താണെന്ന് സ്കെയിലാർ എന്താണെന്നൊക്കെ നമ്മൾ നേരത്തെ പഠിക്കുന്നതാണ്. അപ്പൊ അതിന്റെ ബാക്കി കണ്ടിന്യൂഷൻ ആയിട്ട് നമ്മൾ ബിടെക്കിൽ ഇവിടെയാണ് നമ്മൾ പഠിക്കുന്നത്. എളുപ്പത്തിൽ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു മൊഡ്യൂളാണ് മൊഡ്യൂൾ 3 എന്ന് പറയുന്നത്. റിപ്പീറ്റഡ് ആയിട്ട് ഒത്തിരി ക്വസ്റ്റ്യൻസ്, ഇവ ഡൈവർജന്റിന്റെ ആണെങ്കിലും കേളിന്റെ ആണെങ്കിലും അതേപോലെ തന്നെ കൺസർവേറ്റീവ് വെക്ടർ ഫീൽഡ്, പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ, സ്കെയിലാർ പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ ഒക്കെ കാണുന്ന പ്രോബ്ലം എപ്പോഴും ചോദിക്കുന്നതാണ്. പാർട്ട് ബിയിലാണ് ചോദിക്കാറുള്ളത്. കേളും ഡൈവർജൻസും ഒക്കെ 3 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. അതും എളുപ്പത്തിലുള്ള ഒരു മൊഡ്യൂളാണ്. മൊഡ്യൂൾ 2ന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് വരുന്നത് മൊഡ്യൂൾ 4 വരുന്നുണ്ട്. എന്താണ്? ഇന്റഗ്രേഷന്റെ ആപ്ലിക്കേഷൻ ആണ് വരുന്നത്. ഇതിനകത്ത് നമ്മൾ നോർമലി നമ്മൾ ഈ ഡബിൾ ഇന്റഗ്രൽസിനകത്ത് പഠിച്ചിട്ടുണ്ടല്ലോ, വോളിയം കാണുന്നതും ഏരിയ കാണുന്നതൊക്കെ ഡബിൾ ഇന്റഗ്രേഷൻ വെച്ചിട്ട്. ഇനി ഇവിടെ തിയറം വെച്ചിട്ട് എങ്ങനെയാണ് കാണുന്നത്? ഗ്രീൻസ് തിയറം വെച്ചിട്ട് നമുക്ക് ഏരിയ കാണാം. അതൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത്. ഇവിടെ നോക്കി, ആപ്ലിക്കേഷൻ ടു ഇവാലുവേറ്റിംഗ് ലൈൻ ഇന്റഗ്രൽസ്, ഫൈൻഡിങ് ഏരിയ യൂസിങ് ഗ്രീൻസ് തിയറം. ഇനി സർഫസ് ഇന്റഗ്രൽ ഉണ്ട്, അതുപോലെ തന്നെ ഫ്ലെക്സ് ഇന്റഗ്രൽ ഉണ്ട്. 2 ഫോമേ നിങ്ങൾക്ക് ഇവിടെ തന്നിട്ടുള്ളൂ. ഇനി ഡൈവർജൻസ് തിയറം ഉണ്ട്, അതേപോലെ തന്നെ സ്റ്റോക്സ് തിയറം ഉണ്ട്. അപ്പൊ ഇതിനകത്ത് മെയിൻ ആയിട്ട് നമ്മൾ ഗ്രീൻസ് തിയറം ഉണ്ട്, ഫ്ലക്സ് ഉണ്ട്, ഗോസ് ഡൈവർജൻസ് തിയറം ഉണ്ട്, സ്റ്റോക്സ് തിയറം ഉണ്ട്. 4 ടോപ്പിക്കാണ് മൊഡ്യൂൾ 4നകത്ത് പഠിക്കാനുള്ളത്. S2 മാത്സിനെ പറ്റി പറയുകയാണെങ്കിൽ ഇന്റഗ്രേഷനും ഡിഫറൻസിയേഷനെയും കളിയാണ്. അപ്പൊ ഇന്റഗ്രേഷൻ പറയുന്നത് ഡിഫറൻസിയേഷൻ അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് അത്യാവശ്യം നല്ലൊരു ഗ്രേവിലേക്ക് എത്താൻ പറ്റുകയുള്ളൂ. പാസ്സാകാൻ എളുപ്പമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൊഡ്യൂൾ 1 ലോക്കൽ ലീനിയർ അപ്രോക്സിമേഷനും മാക്സിമം മിനിമയും അത് ചെയിൻ റൂളും ഒക്കെ എളുപ്പമാണ്. വലിയ പാടായിട്ടുള്ള സംഭവങ്ങളൊന്നുമില്ല. ഡിഫറൻസിയേഷൻ ബേസിക് ആയിട്ടുള്ള കാര്യം. മൊഡ്യൂൾ 2ലേക്ക് വരുമ്പോൾ ഇന്റഗ്രേഷൻ കുറച്ച് കാര്യങ്ങളൊക്കെ അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക്
അതിനകത്തുനിന്ന് സ്കോർ ചെയ്യാൻ പറ്റും. മൊഡ്യൂൾ 3യും എളുപ്പമാണ്, വലിയ പാടൊന്നുമില്ല. മൊഡ്യൂൾ 4 പിന്നെ ഗ്രീൻ സ്റ്റിയർ ആണ്, അതിൽ ഇക്വേഷൻ എഴുതിയാൽ തന്നെ നമുക്ക് 1 മാർക്കൊക്കെ വീഴും. മനസ്സിലായി? അപ്പൊ അങ്ങനെ വേണം നിങ്ങൾ പഠിക്കാൻ. അപ്പൊ ആർക്കെങ്കിലും നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഇതിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാൻ കമന്റിൽ ഞാൻ പിൻ ചെയ്തൊരു വീഡിയോ ഡെമോ ക്ലാസ്സും ഒരു രജിസ്ട്രേഷൻ ലിങ്കും കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പൊ അതിൽ നിങ്ങൾ ഫില്ല് ചെയ്യുക, താല്പര്യമുള്ളവർ മെസ്സേജ് ചെയ്യുക. താങ്ക് യു.